ഹായ് ഗായ്സ്, ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇപ്പോൾ സമയം എന്താ അറിയാം? ഇപ്പം സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ ഗോയ്സ് 5:15 കേട്ടോ. ഇതാ 5:15. ഇന്ന് അടി പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് ഒരു ഡിസൈൻ വർക്ക് ഉണ്ടായിരുന്നു, 2-3 ഉണ്ട്. അപ്പോൾ ഇന്ന് ഇരുന്ന് ചെയ്ത് തീർത്തേട്ടാ. അപ്പോൾ വൈകിട്ടാകുമ്പോൾ ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ, എന്നിട്ടൊന്ന് ടൗണിലെല്ലാം പോകും. അതന്നെ പരിപാടി. ഓക്കെ. പിന്നീടല്ലോ ഒരു കാര്യം പറയാനുണ്ട്. മിന്നാന്ന് ഒരാൾ പറയുന്നത്, ആഷഫെ നീ ഡെയിലി വീഡിയോ ചെയ്യും, കാര്യം നിൻ്റെ സംസാരം ഭയങ്കര രസമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സംസാരം കാണാനായിട്ട് ഞാൻ എൻ്റെ ചങ്ങായിമാരെല്ലാം കാണലുണ്ട് വീഡിയോസ്, ഭയങ്കര രസമാണ്. നീ അതുകൊണ്ട് ഡെയിലി ഡെയിലി വീഡിയോ പരമാവധി ഞാൻ ഡെയിലി വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ഓരോ ദിവസം വല്ലപ്പോഴും ഗ്യാപ്പ് വരുന്നു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്നോട് പറയുന്നത് കണ്ടൻറ്റൊന്നും വിഷയമല്ല, നീ ഡെയിലി ചെയ്യുക ചെറുപ്പം. കണ്ടൻറ്റൊന്നും വിഷയമല്ല, നിൻ്റെ സംസാരം കാണണം, കേൾക്കണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ പരമാവധി ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കുള്ള ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് ഇങ്ങനെയുള്ളൊരു ഗ്യാപ്പ് ഇടയ്ക്ക്. ഓക്കെ, ഇപ്പം വർക്കെല്ലാം ഉണ്ടാകുന്ന സമയത്തുള്ള ഗ്യാപ്പാണ്. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക, നമ്മളെ സംസാരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പിന്നെന്താ വേണ്ടിയല്ലേ. കുറേ ആൾക്കാരുണ്ട് മുമ്പേ എനിക്ക് മെസ്സേജ് ഇതൊക്കെ വരുത്തുന്നുണ്ട്, സംസാരം നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അറിയാലോ, തനി എന്താ പറയുക, കണ്ണൂർ ഭാഷ. കണ്ണൂരിൽ നിന്ന് എൻ്റെ നാട് കണ്ണൂർ ഏഴോ എന്നാണ് നാട്, ഏഴോമൂല. അപ്പോൾ എൻ്റെ നാട്ടിലെ സംസാരം സെയിം സംസാരം തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ഇഷ്ടം ഞാൻ പറഞ്ഞില്ല, അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നത്, അതാണ് നമുക്ക് ശരിയാക്കാം. ഓക്കെ ഗൈസ്, അവിടെ നിന്ന് പോവാ. നമ്മുടെ ചെറുക്കൻ ബർഗുമാൻ. പിന്നീടല്ല ഒരു കാര്യം പറയാനുണ്ട്. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്, വിളിക്കലുണ്ട്, വണ്ടി എങ്ങനെയുണ്ട്, വണ്ടീൻ്റെ എന്താ അവസ്ഥ, സർവീസ് എത്രയായി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ മെസ്സേജ് അയക്കലുണ്ട് മെയിനായിട്ട്. അപ്പോൾ അവരോട് പറയാം, വണ്ടി ഇപ്പം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, സെക്കൻഡ് സർവീസ് ആകുമ്പോൾ ആകെ 3000 കിലോമീറ്റർ ആകുന്ന അത്ര കേട്ടോ. ഫസ്റ്റ് സർവീസ് 1000-നുള്ളിൽ ഫസ്റ്റ് സർവീസ് ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് സർവീസ് 3000 കിലോമീറ്റർ ആകുന്ന അത്ര. 3000 കിലോമീറ്ററായി. അപ്പോൾ ഇനി അടുത്ത് സെക്കൻഡ് സർവീസ് ചെയ്യണം. പിന്നെ വണ്ടി അടിപൊളിയാണ്, വണ്ടീനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാട്ടോ. ഏത് വണ്ടീൻ്റെ എനിക്ക് യൂസർ റിവ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുക, അത് പറഞ്ഞാൽ ചെയ്യുക, ഇതിൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വിടാം, വർക്ക് എടുത്തിട്ട് തന്നെ പോകാട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ ഏതായാലും കിലോമീറ്റർ കാണിച്ചു തരാം ഗൈസ്. കിലോമീറ്റർ നോക്കട്ടെ, എത്ര കിലോമീറ്റർ ഓടിയെന്നറിയാം. ഗോ. പിന്നെ സർവീസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് കണ്ടോ, ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണിക്കുന്നുണ്ടോ, അത് ഷോറൂമിൽ നിന്ന് അവർ സെറ്റാക്കിയതാണ്. ഫസ്റ്റ് സർവീസിന് പകരം സെക്കൻഡ് സർവീസിന് വേണ്ടിക്ക് സെറ്റാക്കി വെച്ചെന്നാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചു തരാം. അപ്പോൾ 3-4 ദിവസമായി ഇവിടെ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്പാൻഡറിൻ്റെ ചിഹ്നം കണ്ട. അപ്പോൾ ഞാനത് അവിടുത്തെ മാനേജറെ വിളിച്ച്, അതായത് തളിപ്പറമ്പ് ഈ സുസൂക്കിൻ്റെ ഷോറൂമിലെ മാനേജറെ വിളിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല, അത് കാര്യമാക്കണ്ട, അത് പ്രശ്നമില്ല, അതിന് നമ്മൾ സെറ്റാക്കി വെക്കുന്നതാണ്. ഫസ്റ്റ് സർവീസിന് ഇനി വന്ന സമയത്ത്, ഫസ്റ്റ് സർവീസ് ചെയ്യുന്ന സമയത്ത് അത് സെറ്റാക്കി വെക്കുന്നതാണ്. ഇനി സെക്കൻഡ് സർവീസ് ആകുമ്പം അത് സെക്കൻഡ് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളൂ എന്നാണ്. അതിപ്പോൾ മിന്നാന്ന് വന്നു കേട്ടോ, 3-4 ദിവസം അത്ര ഈ സാധനം വന്നിട്ട്, ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്പാൻഡർ കണ്ട. അപ്പോൾ ഇപ്പോൾ 5:09 കേട്ടോ, ശരിക്കും 5:15. എൻ്റെ എന്തോ ഒരു 5 മിനിറ്റ് കുറവാണ് ഇതിൽ, ഈ വണ്ടീൻ്റെ. പിന്നെ പെട്രോള് ഒരു കുറ്റിയേ ഇല്ലൂ, ഞാൻ ഒരു കുറ്റിയാകുമ്പോൾ തന്നെ ഫുള്ളാക്കി വെക്കലുണ്ട്. ആകെ 450 രൂപയോളം എണ്ണ ഉണ്ടെങ്കിൽ, പെട്രോൾ ഉണ്ടെങ്കിൽ ഇത് ഫുള്ളാവും, കുറ്റി ഫുള്ളാവും, അതായത് എണ്ണ ടാങ്ക് ഫുള്ളാവും കേട്ടോ. ഓക്കെ, അപ്പോൾ 3057 കിലോമീറ്റർ ഇപ്പോൾ ഓൾറെഡി ഓടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ പോവാ, ഇവിടുന്ന് പോവാട്ടാ. ഹെൽമെറ്റ് ബാക്കിൽ വണ്ടിയുണ്ട്. ഞാൻ ഈ സാധനം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ട, ഈ ഒരു തുണി, ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഹെൽമെറ്റ് ഇടുന്നതിന് മുമ്പ് തലക്ക് ഇങ്ങനെ ഇടുന്നത് നല്ലതാട്ടോ. കാരണം ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ പഞ്ഞല്ലേ, അപ്പോൾ നമ്മളെ തലക്കെ വേർപ്പ് ഹെൽമെറ്റിന് അങ്ങനെ ആവില്ല, തുണിക്കാവുക. അപ്പോൾ അലക്കിക്കഴിഞ്ഞാൽ ആ വേർപ്പങ്ങ് പോകും. തുണി അലക്കാം, ഹെൽമെറ്റ് അങ്ങനെ നമുക്ക് അലക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മളെ വേർപ്പ് ഹെൽമെറ്റിൻ്റെ സ്പോഞ്ചിന് അയക്കാൻ, സ്പോഞ്ചല്ലേ കണ്ണൂർ ഭാഷയിൽ നമ്മളിവിടെ പറഞ്ഞ പഞ്ഞി, ആ പഞ്ഞി എന്നും പറയും, സ്പോഞ്ച് എന്നും പറയും. അപ്പോൾ പഞ്ഞി കഴിക്കഴിഞ്ഞാൽ ഫംഗസ് ഉണ്ടാവും, പൂപ്പലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാം. അപ്പോൾ പിന്നെ തുണിക്കാവുമ്പോൾ നമുക്ക് 2 ദിവസം കൂടുമ്പോൾ അലക്കാം. ഇവിടെ ഇരുട്ടെ വേണ്ടി നമുക്കിന്ന് താറ്റ് പോയാലോ, പുഴൻ്റെ സൈഡിലൂട്ട് പോകാമല്ലേ. കുറേ ദിവസമായി ഇരുട്ടനെ വന്നു. ഞാൻ കൂടുതലും മെയിൻ റോഡ് മറ്റേ തന്നെ പോക്ക്. പക്ഷേ താഴത്തെ ജെർക്കിംഗ് ആണ്, റോഡിങ്ങനെ കട്ട് റോഡൊന്നും അങ്ങനെ ഇതില്ല, എന്താ പറയുക, റോഡ് അങ്ങനെ വലിയ ഇങ്ങനെ പൊളിഞ്ഞൊന്നല്ല,
പൊളിഞ്ഞിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ റോഡ് പൊളിഞ്ഞിട്ടെല്ലാം. പക്ഷേ റോഡ് നോർമലി പുഴൻ്റെ സൈഡിലെ റോഡായതുകൊണ്ട് ഇങ്ങനെ ജെർക്കിംഗ് ഉണ്ട്. മെയിൻ റോഡ് അങ്ങനെയല്ല, മെയിൻ റോഡ് നല്ല റോഡാണ്. റോഡിങ്ങനെ പൊന്തി എന്തായാലും ഉണ്ട് ഈ താറ്റേ കൂടെ പോകുമ്പോൾ, അതായത് ഈ പുഴൻ്റെ സൈഡിലൂടെ പോകും. പക്ഷേ നമുക്ക് ഇവിടുന്ന് കയറിക്കാൻ മെയിൻ റോഡ് എത്തി. മെയിൻ റോഡിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെ ആ സീനില്ല കേട്ടോ. നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. അതുകൊണ്ടാണ് അവൻ്റെ താറ്റോട്ട് അങ്ങനെ പോകാത്ത, അതായത് ഇതുവഴി അങ്ങനെ പോകാത്ത. ഇതുവഴിയാണ് പോകേണ്ടി. പിന്നെ സർവീസിന് കൊടുക്കുമ്പോൾ വേറൊരു കാര്യം പറയാനുണ്ട്. ഇവിടുന്ന് ഒരു സൗണ്ട് വരുന്നുണ്ടോ, ഒരു വിറന്നില്ലേ, ഇതിനൊക്കെ ഇവിടെ മൊത്തം അത് പോകും. കണ്ടോ, പോയി കണ്ടോ, വന്ന് പോയി. മനസ്സിലല്ലേ? ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് സർവീസിന് കൊടുത്തേരം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഇതിപ്പോൾ ഉണ്ടായെന്നറിയാം. വണ്ടി വാങ്ങിയിട്ട് പിറ്റേ ദിവസം തന്നെ ഈ സൗണ്ട് വന്നിന് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സർവീസിന് കൊടുത്തേരം അവിടെ പറഞ്ഞു. പക്ഷേ അവർക്ക് അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാര്യം വെച്ചാൽ അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റോഡ് സൈഡിലല്ലേ സർവീസ് സെൻറ്റർ. അപ്പോൾ അടുത്തേക്കൂടെ വണ്ടിയെല്ലാം പോകുന്നതുകൊണ്ടായിരിക്കും അവർ നോക്കിയിട്ട് പറഞ്ഞാൽ അങ്ങനത്തെ സൗണ്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് ശേഷം അവിടുത്തെ മാനേജറെ വിളിച്ചാലും മാനേജർ അറിയുന്നതാണ്. അപ്പോൾ മാനേജർ എൻ്റെ സബ്സ്ക്രൈബറും കൂടിയാണ്. മാനേജർ വിളിച്ചാൽ മാനേജർ പറഞ്ഞ് വണ്ടി ഓഫാക്കി ഇടാം. മാനേജർ പറഞ്ഞ് വണ്ടി കൊണ്ടാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്താലേ ഇനി സെക്കൻഡ് സർവീസ് ചെയ്യാം. 3-4 ദിവസം മുമ്പ് അവരെ വിളിച്ചേരം അവരെന്നോട് പറഞ്ഞു. 3-4 ദിവസം മുമ്പ് ഞാൻ വിളിച്ചിനി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി വണ്ടി കൊണ്ടാ നമുക്ക് ഇവിടുന്ന് അത് നോക്കി ചെയ്യാമെന്ന്. ഏതായാലും സെക്കൻഡ് സർവീസിന് ഇനി പിന്നെ അതിനായിട്ട് കൊണ്ടുപോകണം. നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് സർവീസ് ചെയ്യാം. ഓക്കെ, ഇവിടാ ഞാൻ പിന്നെ സംസാരിക്കുന്നതുകൊണ്ടാണ് വണ്ടി ഓഫാക്കി. നമുക്ക് മുകളിൽ കൂടെ തന്നെ പോവാം, മെയിൻ റോഡ് മറ്റേ തന്നെ പോവാം. ഓക്കെ, ഗായ്സ് ഞാൻ വണ്ടിയുടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുടിയനെ കിട്ടിയിട്ടുണ്ട്. മുടിയൻ ഇങ്ങോട്ടൊക്കെ ഡ്രസ്സൊന്നും എടുക്കണം പ്ലീസ്. മുടിയൊക്കെ നോക്കി ഇങ്ങോട്ടൊക്കെ ഇതെല്ലാം ഇടുവേ. ഗായ്സ് ഞാൻ കുറച്ച് ഗായ്സ് നമ്മ ചായ പിടിക്കാൻ പോയാണ്. ഈ ചങ്ങായി ഇങ്ങ് മുകളിൽ വണ്ടി കൊണ്ടുവച്ചു. മുകളിൽ വണ്ടി കൊണ്ടുവച്ചു. അതുകൊണ്ട് കുറച്ച് നടന്ന് ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ ഓട്ടോ പിടിച്ച് പോകേണ്ടി വരുമോ അറിയില്ല. കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നവനീ നാരായണൻ ഗുയിസ് നമ്മളെ ചങ്ങായിയാണ്. പ്രൊഫഷണലി ഫോട്ടോഗ്രാഫറാണ്. പിന്നൊന്നുമില്ല, നല്ല തന്നെ. കുറേ കാലത്തിന് ശേഷം കണ്ട, നാളല്ല കാലങ്ങൾക്ക് ശേഷം. ശരിക്കും പറഞ്ഞാൽ കോവിഡിന് ശേഷം നമ്മൾ കണ്ടിനാ ഉണ്ടല്ലേ, കണ്ടിനല്ലേ, കണ്ടിന് സീറ്റ് ബെൽറ്റ് കൊടുത്തു. ഇല്ല ഇവിടെ ഒരു ഗോയിസ് അല്ല എന്റെ തലയടിച്ചു പൊട്ടിക്കും. ഗുയിസ് എന്റെ തല പൊട്ടിക്കുന്നു. ഗുയിസ് സീറ്റ് ബെൽറ്റ് ഇടാണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. നോക്കട്ടെ, ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഒരു കാര്യം പറയട്ടെ. ഗുയിസ് പറഞ്ഞു ഗുയിസ് ഇത് നമ്മൾ എടുത്തി നമുക്ക് ഇവിടുന്ന് നല്ല ചായ കുടിക്കാം. നല്ല ചായ ഇടക്കിടക്കെ കുടിക്കുന്ന സ്ഥലം തന്നെ. ഇവിടുന്ന് ഇതാ ഇവിടെ തന്നെ വെച്ചാ ഇത് ഈ ട്രാക്കിൽ വെച്ചാ ട്രാക്കിൽ വെക്കും. ഇത് ട്രാക്കിൽ ഇതാ ഫസ്റ്റ് ട്രാക്കിൽ അത് എടുക്കണ്ട, അത് എടുക്കട്ടെ. ഇങ്ങനെ വെച്ചേ എന്നാ പിന്നെ അത് എടുക്കുകയില്ല. ഓക്കെ ഗൈസ്, ബെൽറ്റ് ഇളക്കിക്കോട്ടാ. വണ്ടി കൊടുക്കുന്നെങ്കിൽ ഇപ്പം പറയാ ആള് വരും വാങ്ങാൻ. ഇത് പുതിയ എടുത്തല്ല, മറ്റേത് പഴയത് കൊടുത്തിനി. സെയിം വണ്ടി പഴയത് കൊടുത്തിട്ട് സെയിം വണ്ടി പുതിയ എടുത്തു. ഓക്കെ, മുടിയിലെന്തോ വാങ്ങിനാ ഇല്ലല്ലേ, നല്ല തന്നെയല്ലേ. ഒന്നിത് ഒരു ചിരിമുട്ട. ഇതെന്താന്നോ എന്തോ പറയുന്നുണ്ട്. ചിക്കൻ്റെ ബ്രെഡ് പോക്കറ്റ് അങ്ങനെ ഇതാണ് ഇതെൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. ഇതൊന്ന് വാങ്ങിയിട്ട് കഴിച്ചു നോക്കണം കേട്ടോ. കഴിക്കണ്ട. ഇതിൻ്റെ പേരെന്നാ അറിയാം? ചിരിമുട്ട. അവന് ചിരിച്ചിങ്ങോട്ടൊക്കെ ചിരിമുട്ട കഴിക്കുമ്പോൾ ചിരിക്കണം ഗൈസ്. ഗൈസ് അങ്ങനെ ചായ എത്തി. പച്ചല്ലേ വീട്ടില് ഇന്നെന്താ പറഞ്ഞേ? ചായ പറഞ്ഞോ? ഹോർലിക്സാ, ബൂസ്റ്റാ, കട്ടനാ? ചായ ഞാൻ പോയിട്ടില്ല. ഒരു കായടാന്ന് പറയും. കായട ഓരോ സ്ഥലത്ത് ഉന്നക്കായി എന്ന് പറയും. ഉന്നക്കായി നമ്മുടെ കായടാന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ നല്ലതാ. ഇത് കംപ്ലീറ്റ് തേങ്ങ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ പണ്ടം തേങ്ങയാണ്. ഉണക്കമുന്തിരി, അണ്ടി പരിപ്പും തേങ്ങയും പഞ്ചസാരയും അങ്ങനെ എന്തോ. ശരിക്കും നമ്മൾ വീട്ടിൽ നിന്നാക്കുന്നത് മുട്ടയിലിട്ടിട്ടുള്ള പണ്ടാണ്. തേങ്ങ പകരം മുട്ടൻ്റെ മുട്ടയിലാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് അത്. ഇതിപ്പോൾ തേങ്ങയാണെന്ന് എനിക്ക് വലിയൊരു ഇതില്ല. അതേ ഷോപ്പിലുണ്ടാകുന്ന സമയത്താണ് ഞാനത് വിളിച്ചത്. പിന്നെ 2 ഹാർഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യും. 2 കസ്റ്റമർക്ക് അത് കുഴപ്പമില്ല, വേറെ ടേസ്റ്റ് അത്രേ. അവനാ ശരിയാ കേട്ടോ.
ഞാനത് വണ്ടി ഇട്ട് നോക്കട്ടെ. എൻ്റെ വണ്ടി താരല്ലേ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ ഭയങ്കര ബ്ലോക്ക്. അതുകൊണ്ട് അവനോട് ഞാൻ പറഞ്ഞു വേണ്ട പോയിക്കോ, ഞാൻ നടന്നോളും, വണ്ടി കിട്ടും, ഇവിടുന്ന് ഇപ്പോൾ അറിയുന്ന വണ്ടി ഉണ്ടാവും. അടിപൊളി ബ്ലോക്കാ. ഇതാ കണ്ടോ, ഇപ്പോൾ 20 രൂപ കേട്ടോ, 20 രൂപ. നമ്മളെ പഴങ്ങാടി 20 രൂപ. അവനേതായാലും ഓൻ ഇതിലൂടെ ആ വണ്ടി കയറി ഞാൻ എപ്പോൾ താരത്തിൽ ഞാൻ അവനോട് പറഞ്ഞ് പോയിക്കോന്നാണ്. ഞാൻ അങ്ങനെ പഴങ്ങളെത്തിയേട്ടാ. ഇപ്പോൾ സമയം എന്താ അറിയാം, ഇപ്പോൾ സമയം കറക്റ്റ് 7 മണി. അപ്പോൾ ഞാൻ നമ്മുടെ പഴയങ്ങാടി നിക്ഷാൻ്റെ മുമ്പിലുള്ള, പഴയങ്ങാടി പുതിയ നിക്ഷാൻ തുടങ്ങിയിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പിലുള്ള ഇവിടെ നമ്മുടെ ചെങ്ങായുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടത്തേക്ക് വന്നു. ഇതാണ് നമ്മുടെ പഴയങ്ങാടിലെ നിക്ഷാൻ, പുതുതായിട്ട് വന്ന നിക്ഷാൻ. ഇവിടെ വേറെ സംഭവം നടക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി ഇവിടെ ഏഴോം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ആ വണ്ടി പോട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ആളെ ഫ്രണ്ടിൽ വണ്ടി വന്ന് നിന്ന്. ഇവിടെ ഭയങ്കര ബ്ലോക്കാട്ടോ, വൈകിട്ട് ഈ സമയത്തൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ഇതാ ഏഴോം ഫെസ്റ്റ്, ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതാട്ടോ ഏഴോം ഫെസ്റ്റ്. കണ്ടോ, വാടത്തേക്കുള്ള ആൾക്കാരൊക്കെ വരുന്നോണ്ടായിരിക്കും വണ്ടിയെല്ലാം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ബ്ലോക്കാണ്. ഇപ്പോൾ ചെറുങ്ങനൊന്നും നീങ്ങി. കണ്ടോ, ഈ ബ്ലോക്ക് അങ്ങ് മുകളിൽ വരെ ഉണ്ടാവും, എരുവരം വരെ ഉണ്ടാവും. എരുവരം അങ്ങ് മുകളിലുണ്ടാവും. കാരണം നമ്മൾ ചാടിക്കുമ്പോൾ വരുമ്പോൾ കണ്ടില്ലേ ഫുൾ ബ്ലോക്ക്. അല്ലെങ്കിൽ നോർമലി ഇവിടെ ബ്ലോക്കാണ്, പയങ്ങാടി ഭാഗത്തൊക്കെ ബ്ലോക്ക് തന്നെയാണ്, നല്ല ബ്ലോക്കാണ്. ഗായ്സ് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി കേട്ടോ. ഇപ്പോൾ സമയം 7:55, 8 മണിയായി. ഓക്കെ ഗായ്സ് അങ്ങനെ വീട്ടിലെത്തി. 6 രൂപ വാങ്ങിക്കണം, കമ്പ്യൂട്ടർ ഒരാവശ്യമുണ്ട്. പിന്നെ വരുമുണ്ടല്ലോ വീട്ടിലേക്ക് അരി വാങ്ങിയായിരിക്കും 10 കിലോ അരി ഇത് കൊണ്ട് കൊടുക്കട്ടെ. ഗായ്സ് എനിക്കുണ്ടല്ലോ പെട്ടെന്നൊരു പ്രോഗ്രാം വന്നിനിപ്പോൾ. അപ്പോൾ പെട്ടെന്നൊന്ന് റെഡിയാവണം, ഫ്രഷായിട്ട് റെഡി ആയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വെക്കണം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ബൈ.